അമേരിക്കയ്ക്ക് 2 യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ നഷ്ടമായിരിക്കുന്നത്. മധ്യ ഇറാനിൽ US സൈന്യം തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പേര് വെളിപ്പെടുത്താത്ത ഒരു US ഉദ്യോഗസ്ഥൻ ഈ വാർത്ത റോയിട്ടേഴ്സിനോട് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വെടിവെച്ചിട്ടത് ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യ റിപ്പോർട്ടുകളിൽ ഇത് F-35 ആണെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. രണ്ടാമത് ഇറാൻ വെടിവെച്ചിട്ടത് US സൈന്യത്തിന്റെ A-10 തണ്ടർബോൾട്ട് എന്ന വിമാനമാണ്. വിമാനം തകരുന്നതിന് മുമ്പ് പൈലറ്റ് പാരഷൂട്ട് വഴി പുറത്തു ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന് മുകളിൽ വെച്ച് വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ 2 ജീവനക്കാരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരാതിരിക്കാൻ ഇറാനിൽ നടത്താനിരുന്ന ചില ആക്രമണങ്ങൾ ഇസ്രായേൽ മാറ്റിവെച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം തകർന്ന യുദ്ധവിമാനത്തിലെ പൈലറ്റുമാർക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഹെലികോപ്റ്ററിന് നേരെയും ആക്രമണമുണ്ടായതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മിസൈലോ ഷെല്ലോ ഹെലികോപ്റ്ററിൽ പതിച്ചതായാണ് റിപ്പോർട്ട്. ഇപ്പോൾ അമേരിക്ക ഇറാനോട് 2 ദിവസത്തെ വെടിനിർത്തലിന് ഇറാന്റെ സൗഹൃദ രാജ്യം മുഖേന കെഞ്ചിയെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ എന്തിന്റെ പേരിലായാലും ഒരു വെടിനിർത്തൽ സാധ്യമല്ലെന്നാണ് അമേരിക്കയോട് ഇറാൻ